ഇതിനെക്കുറിച്ച് പറയാൻ പോകും. നോക്കുന്നത് സാധാരണ അവരെന്ന് നമ്മളിവിടെ പോകും. ഇവിടെ നോക്കിയേ, മാനിക്കാൻ പോകും. പട്ടണത്തിൽ ദൈവം ഉയർത്തും, തല ഉയർത്തി ദൈവം മാനിക്കും. ശത്രുവിനോട് ചോദിക്കുക എന്താ ചെയ്യേണ്ടത്. എനിക്ക് 23 സംഘടന വായിക്കും. വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ശത്രുക്കളുടെ മുൻപാകെ He prepared the table before the presence of your enemies. ഹാമാനോടാ ചോദിക്കുന്ന, മോർദെഖായിക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? നിനക്കെതിരെ നിൽക്കുന്നവരോടായിരിക്കും ചോദിക്കുന്നത്, എന്ത് ചെയ്ത് കൊടുക്കണം. ഞാനൊരു കാര്യം പറയാം. ആത്മാവിൽ വന്നിട്ട് ആത്മീയത വന്നാൽ ഞാൻ വഴക്ക് പറയും. നിങ്ങളുടെ വളർച്ച എനിക്ക് കാണണം. ആത്മീയ വളർച്ചയും ഭൗതിക വളർച്ച കാണണം. എന്താ ചോദിച്ചേ? ശ്രമിച്ചേ, അതുകൊണ്ട് വഴക്ക് പറയും. അത് പറയും ആത്മാവിൽ. അല്ല പണ്ട് വിവാദം പറഞ്ഞാലും വാച്ചന്മാര് AC-യിലും വലിയ കാറിൽ പാവങ്ങളോട് ദാരിദ്ര്യം പഠിപ്പിക്കും. ആ പരിപാടി കൂടെ ഇല്ല. നമ്മളെക്കാൾ നിങ്ങളെ മാറിയില്ല. നിങ്ങൾക്ക് ദൈവം ഈ ഭൂമിയിൽ തരുന്ന അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ അവകാശം. പക്ഷേ കണ്ണുവിടാനിക്കരുത്. എവിടെയായിട്ടായിരിക്കണം? എവിടെയായിരിക്കണം? ഉയരത്തിൽ. അതാണ് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്. എന്താ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്? ഭക്തന് അവകാശ ഇസാക്കിനോടും യാക്കോബിന്റെ കൂടാരത്തിൽ പറഞ്ഞുകൊണ്ട് പറ, ദൈവശില്പിയെ നിർമ്മിച്ചത് ക്രിസ്തുവിനുള്ള നഗരത്തിൽ. കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമാണ്. രാവിലെ ഒരു മെസ്സേജ് പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് ഇവിടെ അറിയത്തില്ലേ, പാലിക്കേറിലെ വിശ്വാസികളായ 100 പേരെയും യേശുവിനെ സ്വീകരിക്കാത്ത ലോക മനുഷ്യരെയും 3 അല്ലെങ്കിൽ സുഖമില്ലാത്തവരാണ്. മരിക്കാൻ ദിവസങ്ങൾ എണ്ണി കിടക്കുന്നതാണ്. ഈ 100 പേരെ 2 സൈഡിലായിട്ട് അവർ 100 പേര് ടെസ്റ്റ് ചെയ്ത് അവരുടെ മരണസമയം അല്ലെ കൊണ്ട് 50 പേര് അല്ലെ കൊണ്ട് 10 പേര് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു വിശ്വാസികളെന്ന് പറയുന്നില്ല, പ്രത്യാശയുള്ളവരെ ശ്രദ്ധിച്ചപ്പോൾ അവരിങ്ങനെ നല്ല നല്ല സ്വപ്നം എഴുതാൻ പറയുന്നത്. ഈ 2 മാസം പ്രായമുള്ള കുഞ്ഞ് 1 മാസം നമ്മൾ പറയുന്നത് മാലാഖമാരെ കാണാം. നമുക്ക് പിന്നെ പറയുന്നത് ദൂതന്മാരെ. ഇന്നലെ ഇവർ പറഞ്ഞു ഈ ന്യൂറോ സിസ്റ്റം ഓരോ ഘട്ടങ്ങളിൽ ശ്രദ്ധിച്ചു. ഇങ്ങനെ ചിലപ്പോൾ ഈ മേലോട്ട് ഭവിച്ചിരിക്കും. അവിടെ എന്തെങ്കിലും ദൂതന്മാരല്ല, അവരുടെ ബ്രെയിൻ വളരുമ്പോൾ ബ്രെയിനിൻ്റെ ഓരോ സ്റ്റേജിൽ വളരുന്നതിൻ്റെ ഒരു ഭാഗം അവർ കാണിക്കുന്ന എക്സ്പ്രഷനിലാണ്. ദൈവത്തെ ശ്രദ്ധിച്ച് കർത്താവിനെ ശ്രദ്ധിച്ചാട്ട് ഒടുങ്ങിൽ ഈ മരണസമയങ്ങൾ നോക്കിയപ്പോഴേ ഈ പ്രത്യാശയില്ലാത്ത ലോകവിഭകൾ കടന്നവരെല്ലാം നിരാശകളും കരച്ചിലും ഒരു ഭയം അവരെ മൂടിയപ്പോൾ, അതേസമയം ഇവിടത്തെ കുറിച്ചല്ല, ഞാൻ പോയാലും എനിക്കൊരു ലോകമുണ്ടെന്ന് പ്രത്യേകിച്ചവരൊക്കെ അവരിങ്ങനെ എനിക്കൊരു അച്ചാനെ അറിയാം കേട്ടോ. ഒന്നും അറിയാവുമ്പോ വിവരം പറയാം. ഒരു ബ്രദറിന്റെ പപ്പായ എല്ലാ ദൈവമേ വയ്യാതെ കിടക്കുമ്പോഴാ മുഖത്ത് പ്രസന്നത മാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവൻ. അവസാനം യേശുവിൽ വിശ്വസിച്ചവരൊക്കെ മരിക്കുന്ന ആരും അറിഞ്ഞില്ല. മറ്റേടവരൊക്കെ അവിടെ വൃത്തിയിടാക്കി കണ്ണ് മുഴപ്പിച്ച് ഭയപ്പെട്ട് അമ്മയും പറഞ്ഞേ, കുഞ്ഞെ ഇവിടുന്ന് പോകുമ്പം സ്റ്റാറ്റ കൊടുത്ത് പോകണം, മക്കളെ ബായ് നമ്മൾ ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ച് അതിനാത്മാവിന് നിറയണം, ദൈവജനമാണ് ബന്ധം വേണം, വീടിനെ കുറിച്ച് ബോധ്യം വേണം. തിരുവനന്തപുരത്ത് അപ്പച്ചൻ പറഞ്ഞു ഞാൻ വീട്ടിലോട്ട് പോകണം. അപ്പോൾ വീട്ടുകാർ പറഞ്ഞില്ല. ഞാൻ ചില വീടുകളിൽ ചില പറയാം വെളുകേട ഇപ്പോൾ ഓർമ്മക്കുറവ് കൊണ്ട് പറയുന്ന അപ്പച്ചൻ ഇവിടെ അല്ല നമ്മൾ തോന്നല. ആ അപ്പച്ചൻ അങ്ങനെയല്ല, കൈ കൊടുത്താൽ പറഞ്ഞ് ആ അപ്പച്ചൻ അങ്ങനെയല്ല. ആ അപ്പച്ചൻ അങ്ങോട്ട് പോകുന്ന കാര്യം എങ്ങോട്ടാ? ഒരു വീട് തയ്യാ. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണ്. മണവിൽ MG ജോസഫ് മകൻ MJ ജേക്കബിന്റെ ഭൂമിയിലുള്ളത് ഇനി ബസൻ ജോസഫ് ജേക്കബിലെ കൂടെ പോവാം. ഇനി അത് കഴിഞ്ഞ് അവൻ്റെ തലമുറയിലോട്ട് എന്ത് ആര് കൂടുതൽ എന്തോ കൊണ്ടുപോകാനൊക്കെ ആരും മിണ്ടുന്നില്ല. കൂടുന്നില്ല കൊണ്ടുപോകാനൊക്കെ. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു 2 കരമെടുത്ത് വിലയിടാൻ പറഞ്ഞു. രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചവൻ പറഞ്ഞു ഞാൻ ഒന്നും കൂടുന്നു കൊണ്ടുപോകുന്നില്ല. എന്നാൽ ഇവിടെയുണ്ടല്ലോ, ഇവിടെ ക്ഷേമത്തോടെ നടക്കാം. ദൈവമക്കൾ ഇങ്ങനെ ഇരന്ന് ചോദിച്ച് നടക്കുന്നവരായിരിക്കരുത്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായില്ല. അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹമാണ് വായ്പ വാങ്ങാൻ കൊടുക്കാൻ. ഇതുവരെ ഞങ്ങൾ എളുപ്പമല്ല കൊടുക്കുന്നേ. ഇത് എന്ത് ചെയ്തു? അവർ കുളിച്ചിട്ട് പറഞ്ഞു ഈ നല്ല വീഞ്ഞ് ദൈവത്തെ ശ്രദ്ധിച്ച് കൈ കൊടുത്തോളം പറയാം, നല്ല വീഞ്ഞ് ഉള്ളിലെ പെട്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് വരുന്നില്ല. യുവാസം ഇത്രയും നാളെ വിശ്വാസ ജീവിതം ചിലപ്പോൾ ഒരു ദിവസങ്ങളായിരിക്കും. ഈ മിശ്രീകരുടെ സ്ഥിതി മാറ്റിയത് എപ്പോഴാണെന്നറിയോ? ഒറ്റ രാത്രിയോ. ദൈവത്തെ ശ്രദ്ധിച്ച് അതുവരെ അടിമത്തം, ഊഴിയ വേലക്കാരുള്ള പീഡനങ്ങളും ഒന്നുമില്ല. കാതയിലെയും കഴുത്തലെയും പറിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷെ ഒറ്റ ദിവസം ദൈവം അവരെ എല്ലാം അണിയിപ്പിച്ചു. ദൈവം ഹൃദയങ്ങളെ മുഴുവൻ തിരിച്ചു, ഹൃദയങ്ങളെ മുഴുവൻ. ഞാൻ
ഞങ്ങളുണ്ടല്ലോ ഇത് നോക്കി എവിടെ ചെന്നാലും ഞാൻ ഒരു നിന്നേ ഇത് കണ്ടോ ഇതെന്താന്ന് ചോദിക്കും. ചിലർ അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ ഒരു പ്രൈസോട് 30 പ്രൈസോട് ഇത് തന്നെ ഈ പ്രൈസോട് തന്നെ ഉള്ളൂ. അകം പരിശോധിക്കാം. കാര്യങ്ങൾ ഒരു ദൈവം നന്ദി പറഞ്ഞു. ഇത് അടയാളങ്ങളുടെ ആരംഭം. എല്ലാവരും പറഞ്ഞ് കർത്താവ് അടയാളങ്ങൾ ചെയ്തിട്ടില്ലയോ? നിങ്ങൾ പറയാം കർത്താവ് അടയാളം ചെയ്തില്ലയോ? ഈ അമ്മയെന്തിനാ കർത്താവ് ചെന്നത്? ഞാൻ എൻ്റെ രീതിയിൽ പറയാം. ഞാൻ പറഞ്ഞു അത്ഭുതങ്ങൾ ചെയ്ത് നോക്കി ഈ ലോകത്തിലെ ബുക്കുകൾ വെക്കാൻ തികയത്തില്ല. 3 വർഷക്കാലത്ത് എല്ലാം 4 പേര് എഴുതിയിട്ടുണ്ട്. കോട്ടയം മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ. തീർച്ചയായിട്ടും ചിന്തിക്കുന്നു കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എഴുതാത്ത അത്ഭുതങ്ങൾ ധാരാളം. ഈ അമ്മയെ കണ്ടിരിക്കും. അമ്മയും പറഞ്ഞു മക്കളെ ഒന്നുമില്ല. കാരണം ഒത്തിരി ബലഹീനമായ കുടുംബമൊക്കെ ആരും കുറുപ്രാവിനെയും കൊണ്ടാണ് പോയത്. ശുദ്ധീകരണത്തിൽ എല്ലാവരും ആട്ടിൻകുട്ടിയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു. ദൈവത്തെ സ്തുതിച്ച് സത്രമൊന്നും ബുക്ക് ചെയ്യാൻ പ്രത്യേക റൂമുകളൊന്നും ഇല്ലായിരുന്നു. ദൈവത്തെ സ്തുതിച്ചാട്ടെ. പക്ഷെ എന്തിനാ അറിയോ കർത്താവ് യേശു സമ്പന്നനായിരുന്നിട്ട് ലോകം മുഴുവൻ പടച്ചവൻ ഈ നിമിത്തം ദരിദ്രനാക്കിയിരുന്ന കൃപ സന്തോഷമാണോ? ജ്ഞാനങ്ങളുടെ ആരംഭം എന്തോ ദൈവങ്ങളെ ഭക്ഷണവും രുചിയും ഗുണവും നിറവുമായ കഥയല്ല. ഒന്നിനും കൊള്ളാത്ത അപ്പോസ്തലന്മാരെ, മുഖുവന്മാരെ, മീനിന്റെ ഗന്ധമുള്ളവരെ ദൈവത്തെ സ്തുതിച്ച് അതല്ലേ അവർ ശുശ്രൂഷിക്കുമ്പോൾ ചോദിക്കും അവർക്ക് കൂടുതലുണ്ട് ജ്ഞാനം. ദൈവം അൺഎഡ്യൂക്കേറ്റഡ് യേശുവിന്റെ കൂടെ ആയിരുന്നു. അതാണ് അടയാളങ്ങളുടെ ആരംഭം. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അധമ ഭാവിയായിരിക്കാം. ആർക്കും നിന്നെ വേണ്ടായിരിക്കും, ലോകത്തിന് വേണ്ടായിരിക്കും, നിനക്ക് ആർക്കും നിന്നെ വേണ്ടായിരിക്കും, പക്ഷെ യേശുവിന് നിന്നെ വേണം.